എ.ജി. ജോർജ് നമ്മളോടൊപ്പം ചേരുകയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള വാർത്തകളാണ് ശ്രീ ജോർജ് പുറത്തു വരുന്നത്. അവിടെ ഷാജഹാൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കെ.സി. വേണുഗോപാലിന് ഒട്ടും തൃപ്തിയില്ല. അദ്ദേഹം അവിടുത്തെ കോൺഗ്രസിൻ്റെ ബൂത്ത് തലം മുതൽ ബ്ലോക്ക് തലം വരെയുള്ള ഭാരവാഹികളെ ആകെ മാറ്റി പ്രതിഷ്ഠിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ഒരു നടപടിയിൽ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിന് ശക്തമായ എതിർപ്പ് ഉണ്ട് താനും എന്നും ഷാജഹാൻ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ആലപ്പുഴയിലെ കെ.സി. വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം അല്പം അപ്രതീക്ഷിതമായിരുന്നു എന്നൊരു വസ്തുത നാം കാണാതെ പോകരുത്. അവിടെ കെ.സി. വേണുഗോപാൽ വരാനെടുത്ത തീരുമാനം വളരെ വൈകിയാണ്. ഹൈക്കമാൻഡിന്റെ പ്രത്യേകമായിട്ടുള്ള താല്പര്യം കൊണ്ടാണ് ശ്രീ കെ.സി. വേണുഗോപാൽ അവിടെ സ്ഥാനാർത്ഥിയായത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് അദ്ദേഹം AICCയുടെ ഓർഗനൈസേഷണൽ സെക്രട്ടറി എന്ന രീതിയിൽ വളരെ ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. അതിനുപരിയായിട്ട് അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ അംഗവുമാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ആലപ്പുഴയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയാകുമെന്ന് പാർട്ടി പോലും നല്ല ഒരു സമയം വരെ കരുതിയിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. എന്നാൽ പ്രത്യേകമായ സാഹചര്യങ്ങളും പല മറ്റ് ഘടകങ്ങളും കണക്കിലെടുത്തപ്പോൾ അദ്ദേഹമാണ് അവിടെ മത്സരിക്കുന്നതായ അതോടൊപ്പം സംസ്ഥാന പേരിൽ അദ്ദേഹം അല്പം വൈകിയാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായി അദ്ദേഹത്തിന് അവിടെ ഒരു കാലുറപ്പിക്കാൻ ലേശം സമയം വേണ്ടി വരും എന്നുള്ളത് വസ്തുതയാണ്. കാരണം അദ്ദേഹം ഒരു പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള ആളാണ്. ആലപ്പുഴ അദ്ദേഹത്തിന് പരിചയമില്ലാത്ത സ്ഥലമല്ല, പരിചയമല്ലാത്ത ആളുകളല്ല അവിടുത്തെ വോട്ടർമാർ. അല്പകാലം അദ്ദേഹം അവിടെ നിന്ന് വിട്ടുനിന്നു എന്നതൊഴിച്ചാൽ അദ്ദേഹത്തിന് ആലപ്പുഴ മണ്ഡലത്തിൽ ഒരു സ്വീകാര്യത ഇല്ല എന്ന് ആരെങ്കിലും കരുതിയാൽ അത് അത്ര ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അപ്പോൾ ഇന്നലെ റോഡ് ഷോയിലാണ് പറഞ്ഞു, അല്ലെങ്കിൽ ഇതിന്റെ സംഘാടക സമിതികളിലെ മാറ്റങ്ങളൊക്കെ വരുത്തുന്നു എന്നൊക്കെ പറയാം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആഭ്യന്തര കാര്യമാണ്. ക്രമീകരണങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതൊരു പക്ഷേ ആലപ്പുഴ മാത്രമല്ല, മറ്റ് മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഇനിയും ഇതുപോലെയുള്ള മാറ്റം മറിച്ചിലുകൾ സംഘാടക സമിതിയിലൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം. ശ്രീ ജോർജ് ഏതൊരു ജില്ലയിലാണെങ്കിലും അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത് അവിടുത്തെ DCC അധ്യക്ഷനാണ്. ഇപ്പോൾ ഷാജഹാൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ ആലപ്പുഴയിലെ DCC അധ്യക്ഷനായിട്ടുള്ള ബാബു പ്രസാദിനെ ഒരു കാര്യത്തിലും അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, രമേശ് ചെന്നിത്തലയുടെ സ്വന്തം നോമിനിയാണ് ബാബു പ്രസാദ്. ഒരു DCC അധ്യക്ഷനെ തന്നെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ളത് അത്ര നിസ്സാരമായി കാണേണ്ടതല്ല. അങ്ങനെ DCC അധ്യക്ഷനെ മാറ്റി നിർത്തുന്ന ഒരൊറ്റപ്പെട്ട സംഗതിയായി എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അവിടുത്തെ പൊതുവായി അവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനമാണ് നമ്മൾ വിലയിരുത്തേണ്ടതും. ആ തരത്തിലാണ് പാർട്ടി കാണുന്നത്. DCC പ്രസിഡന്റിന് അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനകത്തൊക്കെ ഈ പറയുന്ന വിള്ളലുകൾ ഉണ്ടാക്കാനും വിഭാഗീയ സൃഷ്ടിക്കാനും പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ അവർക്കെതിരായി മത്സരിക്കുന്നവർ രാഷ്ട്രീയമായി മുന്നോട്ട് വരുമെന്നതിനെ കുറിച്ച് തർക്കമില്ല. ഇപ്പോൾ തന്നെ TN പ്രതാപനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കി നിയോഗിച്ചിരിക്കുന്നു. ആരും പ്രതീക്ഷിച്ചതല്ലല്ലോ. അതൊക്കെ പാർട്ടിയെ സംബന്ധിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കും. അതിനകത്ത് ഒരു വിള്ളലുണ്ടാക്കാനൊക്കെ നന്ദി ശ്രീ ജോർജ്.